തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ അച്ഛന്റെ മർദ്ദനമേറ്റ് കുഞ്ഞു മരിച്ച സംഭവത്തിൽ പ്രതി കൊടും കുറ്റവാളിയുടെ മാനസികാവസ്ഥയുള്ളയാളാണെന്ന് പോലീസ്. ഭാര്യയുമായുള്ള ബന്ധത്തിനിടെ കുഞ്ഞ് കരഞ്ഞത് പ്രതിക്ക് പ്രകോപനമുണ്ടാക്കിയെന്നാണ് കണ്ടെത്തൽ. സെക്സ് ചാറ്റ് ആപ്പുകളിലടക്കം ഷിജിൽ സജീവമാണെന്നും പോലീസ് പറഞ്ഞു. പ്രതിക്ക് നിരവധി സ്ത്രീകളുമായി ബന്ധമുണ്ടെന്നും പോലീസ് കുഞ്ഞിന്റെ കൈ ഒടിഞ്ഞതിലും ഷിജിലിന്റെ മർദ്ദനമെന്നാണ് സംശയം. അക്ഷയാണ് വിവരങ്ങൾ നൽകാൻ. അക്ഷയ, ഈ പ്രതിയെക്കുറിച്ച് പോലീസ് എന്തൊക്കെയാണ് പറയുന്നത്? നൗഫൽ, പ്രതിയെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. പ്രതി വലിയ ലൈംഗിക വൈകൃതമുള്ള ഒരു വ്യക്തിയാണ്. ഇയാൾ സെക്സ് ചാറ്റ് ആപ്പുകളിലടക്കം സജീവമാണ്. മാത്രമല്ല നിരവധി സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ള തരത്തിലാണ് പോലീസ് പറയുന്നത്. ഈ കുട്ടി കരഞ്ഞതാണ്, അതായത് ഭാര്യയുമായുള്ള ബന്ധത്തിനിടെ കുഞ്ഞ് കരഞ്ഞതാണ് കുഞ്ഞിനെ കൊല്ലാൻ ഇടയാക്കിയത്. അതാണ് ഇയാൾക്കുണ്ടായ പ്രകോപനം എന്നുള്ളതാണ് ഈ കേസിൽ ഇപ്പോൾ പോലീസിന്റെ കണ്ടെത്തൽ എന്ന് പറയുന്നത്. മാത്രമല്ല ഇയാൾ ഭാര്യയെ ഇതിനു മുൻപും ഉപദ്രവിച്ചിരുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളെല്ലാം തന്നെ വരുന്നുണ്ട്. അതായത് ഈ കൃഷ്ണപ്രിയ, ഈ കുട്ടിയുടെ അമ്മ പറയുന്നത് ഇങ്ങനെയാണ്: ഇയാൾ ഇതിനു മുന്നേയും തന്നെ ഉപദ്രവിച്ചിരുന്നു, നിറമില്ല എന്ന് പറഞ്ഞിട്ടും അതുപോലെ തന്നെ കല്യാണ സമയത്ത് നൽകിയ സ്ത്രീധന തുക കുറവാണെന്ന് പറഞ്ഞിട്ടൊക്കെ തന്നെ ഇയാൾ ഉപദ്രവിച്ചിരുന്നു. ഈ സെക്സ് ചാറ്റുകൾ അടക്കം തന്നെ സജീവമായതിനാൽ ഇയാൾക്ക് നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഇയാൾക്ക് ബാധ്യതയുണ്ടായിരുന്നു. ഈ ബാധ്യത ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇയാൾ സ്വന്തമായിട്ടൊരു വീടുണ്ടായിരുന്നു, ആ വീട് വിറ്റിട്ടാണ് പിന്നീട് വാടക വീട്ടിലേക്ക് താമസമാക്കുന്നത്. മാത്രമല്ല ഇയാൾ കുഞ്ഞിനെ നിരന്തരമായി ഉപദ്രവിച്ചിരുന്നു. ഇത് ഈ അമ്മ പ്രഗ്നന്റ് ആയ മുതൽ, അതായത് ഗർഭിണി ആയ മുതൽ തന്നെയാണ് ഇയാൾക്ക് സംശയരോഗം പിടിയാവുന്നത്. അതായത് ഇത് തന്റെ കുഞ്ഞല്ല എന്നുള്ളതാണ് ഷിജിൽ എപ്പോഴും പറയുന്നത് എന്നുള്ളതായിരുന്നു കൃഷ്ണപ്രിയ പറഞ്ഞിരുന്നത്. അവിടെ നിന്ന് തന്നെയാണ് ഇതിലേക്കുള്ള കണ്ടെത്തലുകളെല്ലാം തന്നെ ഒരു വഴിത്തിരിവായി വരുന്നത്. ഇയാൾക്ക് ഭയങ്കര സംശയമുണ്ടായിരുന്നു ഭാര്യയെ, തന്റെ കുഞ്ഞല്ല ഇതെന്ന് പലപ്പോഴും പറയുമായിരുന്നു. ശേഷം പിണങ്ങി താമസിക്കുകയായിരുന്നു. അതായത് ഈ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഇവർ പിണങ്ങി താമസിക്കുകയായിരുന്നു. പിന്നീടാണ് ഈ കുഞ്ഞിനെ ഈ വാടക വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്. ആ സമയത്ത് തന്നെയാണ് ഇയാൾ ഒരു തവണ ഈ കുഞ്ഞിന്റെ കൈ ഒടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കുഞ്ഞ് മരിക്കുന്ന സമയത്ത് ഈ കുഞ്ഞിന്റെ കൈ ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വിവരം എന്ന് പറയുന്നത്. അതായത് നിരന്തരമായി ഈ കുട്ടിയെ ഇയാൾ ഉപദ്രവിച്ചിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇയാൾ സെക്സ് ചാറ്റുകളടക്കം സജീവമാണ്, ലൈംഗിക വൈകൃതമുള്ള ആളാണ് എന്നുള്ളതാണ് പോലീസിന്റെ ഇപ്പോഴുള്ള കണ്ടെത്തൽ. നൗഫൽ.